ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. അസ്സലാമു അലൈക്കും. വന്ന് നമ്മളൊരു പുതിയ അടിപൊളി ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നത്. നമ്മളിതിന് മുമ്പ് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിനുണ്ടാകുമെങ്കിൽ കൂടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഈ പുതിയ ആളുകളൊക്കെ വന്നിട്ട് ഈ ഓട്ടോമാറ്റിക് വണ്ടിയും ഇതുപോലുള്ള വണ്ടികൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ സാധാരണ ഇതിൽ നാട്ടും പുറത്തൊക്കെ ഉണ്ടാകുന്ന ആളുകൾ പെട്ടെന്ന് വന്ന് നിൽക്കുമ്പോൾ അവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റങ്ങളും ഇതിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പഠിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. അപ്പോൾ നമ്മളെ ചാവി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇത് സെൻസർ സിസ്റ്റമാണ്. അതായത് ഫ്രണ്ട് ഈ 2 ഡോറിന് മാത്രമാണ് സെൻസറിൻ്റെ ഇത് വരിക, ബാക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഇത് ലോക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ റിമോട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് ഓപ്പൺ ആവുള്ളൂ. നമ്മൾ അതിൻ്റെ മുകളിൽ ഇടുകയൊന്നും വേണ്ട, നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി. സെൻസർ ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഞാൻ പോക്കറ്റിൽ ഇട്ടിരിക്കുകയാണ് ചാവി. അപ്പോൾ നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് കൈ വെച്ചാൽ തന്നെ ഓട്ടോമാറ്റിക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കയറിയിരുന്നത് ബാക്കി ഫീച്ചറുകൾ നമുക്ക് ഇതിൽ കയറിയതിന് ശേഷം നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇതിപ്പോൾ നമ്മൾ എടുത്തത് ഫോർഡ് ടോറസ് ആണ്. ഫോർഡിൻ്റെ ടോറസ് വണ്ടിയാണ്. 2.0 ലിറ്റർ എക്കോ ബൂസ്റ്റ് ആണ് സംഭവം. 4 സിലിണ്ടർ 8 ഗിയർ MT. ഓക്കെ, ഇനി ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇത് സാധാരണ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് ഈ ബ്രേക്ക് ഒന്ന് നല്ല പ്ലേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓട്ടോമാറ്റിക് എൻജിൻ സ്റ്റാർട്ട് ബട്ടൺ അടിച്ചാൽ ഓക്കെ. ഓൾറെഡി നമ്മൾ ചാവി നമ്മളെ പോക്കറ്റിലാണുള്ളത്, നമുക്ക് ഈ റിമോട്ട് നമ്മുടെ കയ്യിലാണുള്ളത് എന്നുള്ളത്. സെൻസർഷിപ്പിന്റെ പേരിൽ നമുക്ക് ചാവി അവിടെ യൂസ് ചെയ്യേണ്ടില്ല. ബട്ടൺ സ്റ്റാർട്ടാണ്. ബട്ടൺ സ്റ്റാർട്ടൊക്കെ ഇപ്പോൾ ഓൾറെഡി എല്ലാവരെയും കയ്യിലൊക്കെ ഉള്ളത് തന്നെയാണ്. അതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമുക്കിതിൽ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഗിയറിൻ്റെ സിസ്റ്റങ്ങളാണ്. ഓട്ടോമാറ്റിക് ഗിയറിൽ ഇതിങ്ങനെ ഈ നോബായിട്ടാണ് വരുന്നത്. ഇത് അധികം വണ്ടിക്ക് വരുന്നില്ല. ഇത് ഫോർഡിൻ്റെ ടോറസിന് മാത്രമാണ് ഇങ്ങനെ കണ്ടുവരുന്നത് പൊതുവെ. അപ്പോൾ ഇത് നമ്മൾ ക്ലച്ച് നമ്മൾ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായി പ്രസ് ചെയ്തതിന് ശേഷം ഈ ബട്ടൺ ഇതിങ്ങനെ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ ഇതിപ്പോൾ പാർക്കിലാണുള്ളത്. പാർക്കിൽ അതായത് യെല്ലോ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് പാർക്കിലാണെന്നറിയാം. നേരെ റൈറ്റ്. അപ്പോൾ നെക്സ്റ്റ് റിവേഴ്സിലാണ് വരുന്നത്. അടുത്തത് ന്യൂട്രലിലേക്കാണ് പോയത്. ഇത് നമ്മൾ മൂവ് ചെയ്യാനുള്ളത് D ഇതിലാണ്. അപ്പോൾ യെല്ലോ ലൈറ്റ് കത്തി കിടന്നാൽ നമുക്കത് വണ്ടി മെല്ലെ മൂവ് ചെയ്യാം. ഓക്കെ, നല്ല റിലീസ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണത്തെ അതേ ഇതിൽ തന്നെ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, അതുപോലെ ഇതിൻ്റെ മറ്റൊരു സിസ്റ്റമാണ് ഈ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. ഇവിടെ കാണുന്ന ഈ A എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചോളിട്ടോ. അതിപ്പോ ഓണിലാണുള്ളത് ഈ A എന്ന് പറയുന്ന ഈ ഒരു സംഭവം. അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഇനി വണ്ടി ഓടിക്കൊണ്ട് നിൽക്കുകയാണ്. വണ്ടി ഓടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും സിഗ്നലിലോ അതുപോലെ ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നാൽ, നമുക്ക് ഒന്ന് നിർത്തി ഇടേണ്ടി വന്നാൽ കുറഞ്ഞ സമയം, അപ്പോൾ നമ്മളിവിടെ ഒന്ന് സൈഡാക്കാൻ പോവാണ്. ഈ സൈഡാക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, സിഗ്നൽ എപ്പോഴും യൂസ് ചെയ്യുക. നമ്മൾ സൈഡാക്കി നിർത്തുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫാവും. ഇപ്പോൾ വണ്ടി ഓഫായി. ഓക്കെ, ഇതിലൊരു അലാറം ഇത് വന്ന് കിടക്കും. A എന്നുള്ളത് അവിടെ വരും, അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. അതിപ്പോൾ ഓഫായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ വണ്ടി ഓഫായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ വണ്ടി നമ്മൾ കാല് വെച്ചില്ല, നമ്മൾ ചവിട്ടി ഈ റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓട്ടോമാറ്റിക് സ്റ്റാർട്ടാവുക. വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ അതിന്റെ സിസ്റ്റം ഇതാണ്. ഇതിന് നമുക്ക് വേണ്ട, ആ സിസ്റ്റം നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു യെല്ലോയിൽ ഓഫ് എന്ന് വരും. അപ്പോൾ ആ സിസ്റ്റം നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞു. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി ചവിട്ടിയാലും പിന്നെ വണ്ടി ഓഫ് ആവില്ല. അത് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. അത് ചില പുതിയതായിട്ട് വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ സിഗ്നലിൽ കൊണ്ട് വണ്ടി ഓഫായി കഴിയുമ്പോൾ നമുക്കാകെ പേടിക്കും. അതെന്താ വണ്ടി ഓഫായി പോയത് എന്നുള്ളത്. അതൊന്നുമില്ല, അത് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്, പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്രൂസർ സിസ്റ്റം. അതായത് ക്രൂസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 100, 120, 140 ഒക്കെ സ്പീഡിൽ ഹൈവേകളിൽ പോകുന്ന സമയത്ത്
നമുക്ക് ഇങ്ങനെ ആക്സിലേറ്ററിന്റെ മുകളിൽ കാല് വെച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാതെ ഈ എല്ലാം ഈ സിസ്റ്റം പ്രസ് ചെയ്തിട്ടാൽ ഇത് ഇവിടെ പ്രസ് ചെയ്തിടുക. ഇത് പ്രസ് ചെയ്ത ശേഷം നമ്മൾ ഏത് സ്പീഡിലാണോ നമുക്ക് പോകുന്നത്, ഇപ്പോൾ നമ്മൾ 0-ലാണ് നിർത്തിയിട്ടതാണ്. നമുക്ക് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ ഏതൊരു സ്പീഡിലാണോ നമ്മളിത് പോകുന്നത് ആ സ്പീഡ് തന്നെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ നമ്മൾ ആക്സിലേറ്ററിന് മുകളിൽ കാല് വെക്കേണ്ടതില്ല. അപ്പോൾ ഓൾറെഡി നമ്മളിത് അതിൽ സെറ്റ് ചെയ്ത് വെച്ചാണ്. ഇതപ്പോൾ നമ്മളൊരു ഇത്ര സ്പീഡിൽ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിതാ ഇട്ട് വെച്ചാൽ ആ 40-ൽ തന്നെ നിൽക്കും. നമ്മളെ കാല് എവിടെയും നമ്മൾ വെക്കേണ്ടിയില്ല. പിന്നെ നമ്മളിതാ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അതിൽ നിന്ന് അത് റിമൂവ് ആയി കഴിഞ്ഞ് ആ സ്പീഡ് വീണ്ടും കുറഞ്ഞ്. അതുവരെ നമ്മൾ ചെയ്യുന്നില്ല 300-ലോ 120-ലോ നമ്മൾ ഹൈവേയിലാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹൈവേകളിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേറ്ററിന് മുകളിൽ കൂടുതൽ വെക്കേണ്ട. ഏതെങ്കിലും ഒരു സ്പീഡ് റോഡിന്റെ സ്പീഡ് ലിമിറ്റിനനുസരിച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് എപ്പോഴും ഇത് ഓണിൽ തന്നെ നിൽക്കും. നമ്മൾ വണ്ടി ഓഫായി കഴിയുമ്പോൾ ഇത് ഓഫിൽ പോകും. പിന്നെ എവിടെയെങ്കിലും ചെന്നിട്ട് ഈ ബ്രൈറ്റ് ഒഴിവാക്കണമെങ്കിൽ ഈ ലൈറ്റ് എപ്പോഴെങ്കിലും നമുക്ക് ഓഫ് ആക്കിയിടണം തോന്നുകയാണെങ്കിൽ ഡിമ്മിലേക്ക് മറ്റേ പാർക്ക് ലൈറ്റിലേക്ക് മാത്രം പോകും. അല്ലാതെ മൊത്തത്തിൽ ഓഫ് ആവാനുള്ള ഇല്ല. ഓക്കെ, ഇത് മൊത്തത്തിൽ ഓഫായി. ഇത് പാർക്കിൽ കിടക്കും. ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കിൽ കിടക്കും. ഓക്കെ, ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലേക്ക് അതങ്ങനെ ലൈറ്റിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഡിക്കി ഓപ്പൺ ഇതിൻ്റെ മുകളിലുണ്ട്. അതേപോലെ നമ്മളെ റിമോട്ടിൻ്റെ മുകളിൽ ഡബിൾ ഉണ്ട്. അതടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിക്കി ഓപ്പൺ ആവും. ഓക്കെ, നെക്സ്റ്റ് മിററാണ്. മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ആണിത്. അപ്പോൾ മിററിൻ്റെത് ഇത് ഡോർ ലോക്കാണ്. ഡോറിൻ്റെ ഗ്ലാസ് ലോക്കാണ്. നമുക്ക് ഡോറ് ലോക്ക് ആക്കിയിട്ടാണെങ്കിൽ ഇത് പ്രസ് ചെയ്താൽ ലോക്കായി. പിന്നെ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ ഉള്ളൂ അവരെ മൊത്തം തുറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ ഇത് മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇത്. ഏത് ഭാഗത്താണ് വേണ്ടത് അത് പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് ഏത് ഭാഗത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാ. ഇത് അങ്ങോട്ടാക്കുമ്പോൾ ഈ ഗ്ലാസ് മാത്രം അങ്ങോട്ട് പോകും. ഗ്ലാസ് മാത്രം അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരും. നമുക്ക് ഏത് ഭാഗത്തേക്കാണോ ഇങ്ങനെ മേലോട്ട് മറച്ച് വെക്കാം, താഴ്ത്തി വെക്കാം. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് ഇതിൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക്കലായിട്ട് ഈ സിസ്റ്റങ്ങളൊക്കെ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് AC-യുടെ ആണ്. AC-യുടെ ഫങ്ഷനൊക്കെ നമുക്ക് ഇതിലേക്ക് ആക്കാം. സ്ക്രീനിലേക്ക് ആക്കിയിട്ട് ഇതിൽ തന്നെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ക്ലൈമറ്റിൻ്റെ പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെപ്പോഴും ഒരു 20-ലൊക്കെ ഇങ്ങനെ വെച്ചാൽ നോർമലായിട്ടാണെങ്കിലാക്കാം. കൂടുതൽ ചൂടുള്ള സമയത്താണെങ്കിൽ നമുക്ക് കുറച്ചിട്ട് ഒരു 15-15.5 വരെ ലാസ്റ്റ് ഉള്ളൂ. അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഫുള്ളി ലോയിലും. അപ്പോൾ ഇതിൽ വെച്ചാൽ ഒരു നോർമലാണ്. ഈ സമയത്ത് ഇപ്പോൾ ഒരു 31 ഡിഗ്രിയിലൊക്കെ നിൽക്കുന്നത്. ഈ സമയത്തൊക്കെ നോർമൽ ഒരു 20-ൽ വെച്ചാൽ രണ്ടും ഇത് റിയർ ഫ്രണ്ട് അതിൽ നിൽക്കും. ഇത് നമുക്ക് ഫാന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് എത്രയിലാണ് വെച്ചിട്ട് ഇതിപ്പോൾ ലാസ്റ്റ് 1-ലാണ്. ഇതിൽ താഴേക്ക് ഇനി പോരില്ല, ഇത് ലാസ്റ്റാണ്. പിന്നെ ഇത് മാക്സിമം AC-ൻ്റെ ഇതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. പിന്നെ അത് ഓട്ടോയിലിടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കിലിടാം. ഓട്ടോയിലിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ആവശ്യമുള്ള നമുക്ക് ഇതിന് അനുസരിച്ചുള്ള ഇതെടുക്കും. ഇത് മാക്സിമം ഹീറ്റിൻ്റെ ഇതിലാണ്. ഹീറ്റ് എത്രയാണോ എന്നുള്ള വെച്ചാൽ അത്ര ഇതിൽ വരുന്നത്. ഇത് റിയർ ആണ്. ബാക്കിലേക്കുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണിത്. അതായത് അടുത്ത ഫീച്ചറുകൾ നമ്മളെ സ്ക്രീനിൽ വരുന്നത് സൗണ്ട്, നമ്മളെ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇതും ഇതിൻ്റെ അകത്ത് സൗണ്ട്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്ലോക്ക്. ആ ക്ലോക്ക് നമ്മളെ 24 hours ക്ലോക്ക് ടൈമറാണ് ഇത്. അടുത്തത് ബ്ലൂടൂത്തിൻ്റെ ഇതിൽ പിന്നെ നമുക്ക് മ്യൂസിക് നമുക്ക് കണക്ട് ചെയ്യാനും മറ്റുള്ള ഒരു ഗസ്റ്റ് നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അതിലേക്ക് ചെയ്യാനൊക്കെ. അടുത്തത് ഫോൺ കണക്ഷന്, അതേമാതിരി റേഡിയോ, മൊബൈൽ ആപ്പ് പിന്നെ അതുപോലെ ജനറൽ സെറ്റ് മൊബൈൽ ആപ്പിൻ്റെ ഇതിൻ്റെ USB-ൻ്റെ ഇതുണ്ടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ജനറൽ ടെമ്പറേച്ചർ യൂണിറ്റ്, മെഷർമെൻറ്റ്, ടച്ച് സ്ക്രീന്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത്. ഓക്കെ, നെക്സ്റ്റ് അതേമാതിരി ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് നമുക്ക് പുതിയ ഇതിൽ വൈഫൈ കണക്ഷൻ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. ഓട്ടോമാറ്റിക് സിസ്റ്റം
പിന്നെ സ്കാൻ അപ്ഡേറ്റ് ഇത് കാര്യങ്ങളൊക്കെ ഇതായിട്ട്. മാക്സ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചാർജറിൻ്റെ ഇത് കിടക്കുന്നത്. നമ്മൾ ആ ചാർജർ സോക്കറ്റ്, ലൈറ്റർ ചാർജർ, പിന്നെ അതേമാതിരി സോക്കറ്റ്, നമ്മൾ ഡബിൾ പിന്ന്, USB ഇതുള്ളത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഇത്രേ ഉള്ളൂ. 3 ഫംഗ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ നമുക്കിത് കപ്പ് കാര്യങ്ങൾ നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് ഉള്ള വെള്ളത്തിൻ്റെത് ഈ 2 ഉള്ളത്. പിന്നെ ഇതൊരു ബോക്സാണ്, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഇതിലുള്ള. ഓക്കെ, നമുക്ക് ഇതുപോലുള്ള ഇതിൽ ഫ്രീസറൊന്നുമില്ല, സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്റ്റെയറിംഗ് അഡ്ജസ്റ്റ് ആണ്. ഇതൊരുവിധം എല്ലാ വണ്ടികൾക്കും ഉണ്ടാവുന്നതാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ താഴ്ത്തി വെച്ചാൽ ലോങ് പോകുന്ന സമയത്ത് ലോക്ക് അപ്പോൾ ഇത് താഴേക്കും മേലേക്കും ആക്കാം. അത് മേലേക്ക് ആക്കി വെച്ചിട്ട് ഇതുപോലെ തന്നെ ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നമ്മളെ വൈപ്പറിൻ്റെതാണ്. വൈപ്പർ വിത്ത് വാട്ടർ ആണ്. അപ്പോൾ വാട്ടർ നമുക്ക് ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം വൈപ്പർ അടിക്കുന്ന ഇതിൻ്റെ മുകളിൽ. അതുപോലെ പിന്നെ ഇൻഡിക്കേറ്റർ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് ഇൻഡിക്കേറ്ററിൻ്റെ ഇത് വരുന്നത്. ഓക്കെ, റൈറ്റ് സൈഡിലുള്ളത് വൈപ്പറാണ്, ലെഫ്റ്റ് സൈഡിലുള്ളത് ഇൻഡിക്കേറ്ററാണ്. ഇനി വരുന്നത് ഇത് സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇതൊക്കെ ഓട്ടോമാറ്റിക് സ്വിച്ച് ബട്ടൺ സിസ്റ്റത്തിലാണ് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കിതാ ഇത് മുന്നോട്ടാക്കാം, ഇത് ബാക്കോട്ടാക്കാം, മേലോട്ട് ഇതാ നമുക്ക് ഹൈറ്റ് പൊക്കിയെടുക്കാനുള്ളതാണ്. താത്തണമെങ്കിൽ ഇതാ താത്തിയെടുക്കാം. ഇതുപോലെ ഈ നടുക്കത്തെ ഇതാണ് നമുക്ക് ഇതുപോലെ തന്നെ ഇതാ ഈ ചാരി നിൽക്കുന്ന ഇത് നമുക്കിതാ ഇത് നമുക്ക് ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ആക്കാൻ പറ്റും. ഇതാണ് ഇത്. അതുപോലെ ഇത് നമുക്ക് ഈ ഭാഗത്ത് വരുന്നത് നമ്മളെ ഈ പുറം ഭാഗത്ത് ബാക്ക് ഈ സൈഡിൽ നമുക്ക് പെയിനൊക്കെ വരികയാണെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ് ഈ ഇവിടെ വരുന്നത്. സ്വിച്ച് കാണിക്കുന്നത് അത് കാണുന്നുണ്ടോ അറിയില്ല. ഈ ഉള്ളിലെ ഭാഗം മാത്രം പുറത്തേക്ക് വരുന്ന ഇതാണിത്. ഇത് നമുക്ക് ഈ ഭാഗത്ത് ചില ആളുകൾക്കൊക്കെ ലോങ് ഓടിക്കുന്ന സമയത്ത് ചെറിയൊരു പെയിനൊക്കെ വരികയാണെങ്കിൽ ഇത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സംഭവം ഇത് ബാക്കോട്ടാക്കാം, ഇത് മുന്നോട്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും 3 ഫംഗ്ഷനാണ് ഇതിൻ്റെ മുകളിലുള്ളത്. ബാക്കിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ നല്ല സുഖമുണ്ട്. ഓടിക്കാനും അതുപോലെ തന്നെ കംഫർട്ടബിൾ, ഓടിക്കാനും ഉണ്ട്. യാത്ര ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നല്ല സുഖമുള്ള നല്ല കംഫർട്ടായിട്ടുള്ള ഒരു വണ്ടിയാണിത്. അപ്പോൾ ഇതിൽ ഇതുപോലെ ചാർജർ വരുന്നുണ്ട്. നമുക്കിത് കപ്പ് ഹോൾഡർ, അത് ഫ്രണ്ടിലുള്ള പോലെ തന്നെ കപ്പിൻ്റെ ഹോൾഡർ കാര്യങ്ങൾ, ഇവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെക്കാനുള്ളത് സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ 2 ചാർജറിനുള്ള സോക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 2 ചാർജിൻ്റെ സോക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതുപോലെ പിന്നെ ഇത് നമുക്ക് ബാക്കിലേക്കുള്ള ബാക്കിലെ ഡിക്കിൻ്റെ സംഭവം. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആ ബാക്ക് ഡിക്കിയിലേക്ക് എന്തെങ്കിലും സാധനം പെട്ടെന്ന് അങ്ങോട്ട് വെക്കാൻ, അതിൽ നിന്ന് നമുക്ക് യാത്രയുടെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ വെള്ളങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റിയ ഒരു സംവിധാനം ഇതുമായിട്ട് ഈ ഡിക്കിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുണ്ട്. ഇത് അധികം ഒരു വണ്ടിക്ക് കാണാത്തൊരു സിസ്റ്റമാണ്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ബാക്കിൽ നിന്ന് തന്നെ ഇതിന് നമുക്ക് ലൈറ്റ് പെട്ടെന്ന് യാത്രയിലൊക്കെ ലൈറ്റ് വേണമെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ, ഈ ലൈറ്റ് 2 സൈഡിലും ഉണ്ടാവും. അവിടെ ഉണ്ട്. അങ്ങനെ ഇതൊരു ലോക്ക്, ഇവിടുന്ന് ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. ചാവിൻ്റെ മുകളിൽ ഒരു ഡബിൾ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് അപ്പോൾ അടയ്ക്കുന്നത് സ്വിച്ച് ഇല്ല. ഇത് നമ്മൾ മെല്ലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ
ഒരു ഫോർഡ് ടോറസിൻ്റെ ഏകദേശം വിവരങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ഇതിൽ വരുന്നത്, ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നോക്കണം.